എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പഠിച്ചവളാ. സുലൈഖ ബീബിയുടെ ചരിത്രം അറിയുന്നവളാണല്ലോ. ആ സുലൈഖയെ കുറിച്ച് പഠിക്കു പെങ്ങള്. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി കഥകടച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജ്യത്തിന്റെ രാജകുമാരി യൂസുഫിനോട് പറയുന്നു, യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ യൂസുഫേ, എന്റെ മോഹമൊന്ന് സാധിച്ചതാ യൂസുഫേ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കയറി പിടിച്ച് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി ചോദിക്കുമ്പോ സുലൈഖ പറയുന്ന, യൂസുഫേ, ഒരാളും കാണില്ല, ഒരാളും അറിയില്ല, ഈ മണിയറയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും കാണില്ലടാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുമോ എന്ന് രാജ്യത്തിന്റെ രാജകുമാരി യാചിക്കുമ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, കാലമഅദല്ലാഹ് സുലൈഖ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, എനിക്ക് അല്ലാഹനെ പേടിയാ സുലൈഖ. ഹൃദയത്തിനകത്ത് അല്ലാഹ് കയറിയാൽ എങ്ങനാ, ഹൃദയത്തിനകത്ത് അല്ലാഹനെ കുറിച്ചുള്ള ഭയം വന്നാൽ എങ്ങനാ. യൂസുഫ് പ്രവാചകനല്ല, യൂസുഫ് പറയുന്നു, എനിക്ക് അല്ലാഹനെ പേടിയാ സുലൈഖ. പടച്ചവനെ, യൂസുഫ് മണിയറവാതിൽ തുറന്ന് ഇറങ്ങി ഓടുമ്പോ സുലൈഖ യൂസുഫിന്റെ കമീസ് പോലും അവിടെ നിന്ന് വലിച്ചു കീറുകയാണ്. അതാ അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറയ്ക്കകത്താവുകയാണ്. സുലൈഖ പ്രതികാരം ചെയ്യുകയാണ്. ജയിലറയ്ക്കകത്തായി വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങളെ സുലൈഖ ആരാണെന്ന് നിനക്കറിയോ? യൂസുഫിനെ കയറി പിടിച്ച സുലൈഖാനയല്ലേ നിനക്കറിയോ? യൂസുഫിനെ കയറി പിടിച്ച സുലൈഖാനയല്ലേ നിനക്കറിയോ? എന്നാ പിറച്ചവനെ, സുലൈഖയുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്നറിയോ? വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ വർഷങ്ങൾക്ക് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രവാചകനായി, ജയിൽ മോചിതനായി, പടച്ചവനെ ഈജിപ്തിന്റെ ഭരണാധികാരിയായി സുലൈഖാനെ വിവാഹം കഴിച്ചു. സുലൈഖയെ വിവാഹം കഴിച്ചു. റബ്ബേ, യൂസുഫ് നബി അലൈഹിസ്സലാം മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബിയോട് സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ, നിനക്ക് എന്തു പറ്റി സുലൈഖ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ കയറി പിടിച്ച ചരിത്രം നമുക്കറിയാം. അങ്ങനെ അവസാനം ജയിൽ മോചിതനായി അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീബിയെ വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് മണിയറയിൽ ചെന്നപ്പോ സുലൈഖ ബീബി സഹകരിക്കുന്നില്ല യൂസുഫ് നബിയോട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കാതെ വന്നപ്പോ സുലൈഖ ബീബിയോട് യൂസുഫ് നബി ചോദിച്ചു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കയറി പിടിച്ചവളാ, അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കയറി പിടിച്ചവളാ. ഇന്ന് അള്ളാഹു നമ്മളെ ഹലാലാക്കി തന്നിരിക്കുകയാ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്തേ എന്നോട് സഹകരിക്കാത്തത്? നിനക്ക് എന്തു പറ്റി? സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യൂസുഫേ, അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ മനസ്സ് മുഴുവനും നീയായിരുന്നു. നിന്നോടുള്ള പ്രണയമായിരുന്നു, നിന്നോടുള്ള പ്രേമമായിരുന്നു യൂസുഫെ. അതുകൊണ്ടാണ് ഞാൻ അന്ന് കയറി പിടിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് സഹകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇന്നെന്റെ ഹൃദയത്തിനകത്ത് നീയല്ല, അള്ളയാ. ഇന്നെന്റെ ഹൃദയം മുഴുവനും നീയല്ല, അള്ളയാ. അള്ളാനെ കുറിച്ചുള്ള ആ ഒരു ഭയം, ആ ഒരു പേടി എനിക്കുള്ളത് കൊണ്ടാ എനിക്ക് സഹകരിക്കാൻ പറ്റാത്തത് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യാൻ ഇന്ന് അവസരമുണ്ട്. തെറ്റ് ചെയ്യാൻ ഇന്ന് അവസരമുണ്ട്. ആ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്നവനാണ് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം 2 സ്വർഗ്ഗമാണ്. ഇതാരോടാ പറഞ്ഞതെന്നറിയോ? പടച്ചവനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഓതിയ ആയത്താ. ആരുടെ ഖബറിന്റെ ചാരത്തിരുന്ന പാരായണം ചെയ്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതാ ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിലോ സാധാരണ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടില്ലല്ലോ. ഉമർ തങ്ങൾ ഇഷ്ടപ്പെടാറുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനാ 5 നേരം പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരെ ഇമാമിന് വല്ലാത്ത സ്നേഹമാ. ഇതുപോലെ ഉമർ തങ്ങൾക്കും വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാ. ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് ഒറ്റയ്ക്ക് നടന്നു വരുമ്പോ ഈ പെണ്ണ് ഓടി വന്ന് ഈ ചെറുപ്പക്കാരനെ കയറി കെട്ടിപ്പിടിക്കുകയാ. തന്റെ മാറിടത്തിലേക്ക് പിടിച്ച് കിടത്തിയിട്ടു. ആരും കാണാത്ത വഴിയില് ഇരുട്ടുള്ള രാത്രിയില് ഈന്തപ്പന മരങ്ങളുടെ നടുവില് ഒരു ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ടു. ചുടുചുംബനം കൊടുത്തിട്ട് പറയുന്നു, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ. ഒരാളും കാണില്ല, ഒരാളും അറിയില്ല, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുട്ടുള്ള രാത്രിയിൽ ഒരു ചെറുപ്പക്കാരനോട് ഒരു സുന്ദരിയായ പെണ്ണ് യാചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ. അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. എന്തിനാണെന്നറിയോ? അല്ലാഹുവേ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയാണല്ലോ, ഇനി എന്റെ ദുആ സ്വീകരിക്കില്ലല്ലോ, ഇനി എന്റെ ഒരു നന്മയും അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാണ്. സുന്ദരിയായ പെണ്ണ് ഓടുകയാ. ബോധമില്ലാതെ വടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് യാത്രക്കാര് കാണുകയാണ്. അവിടെ നിന്നെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രായം ചെന്ന പിതാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുതന്നു. ബോധം വന്നപ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, സർവ്വതും നശിച്ചു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി വാപ്പാ. തന്റെ പൊന്നാരമകൻ നിലവിളിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ പറഞ്ഞു, എന്റെ പൊന്നുമോൻ തെറ്റുകാരനല്ല, നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്, നീ പാപം ചെയ്തിട്ടില്ല, എന്തിനാ മോനെ കരയുന്നത്? അവളല്ലേ നിന്നെ കീറി പിടിച്ചത്, എന്റെ പൊന്നുമോൾ അവളെ തൊട്ടില്ലല്ലോ. എന്ത് പറഞ്ഞു കൊടുത്തിട്ടും മകൻ അനുസരിക്കുന്നില്ല, അവന് സമാധാനമില്ല. അവസാനം അല്ലാഹുവേ, പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്കൂ, ഖലീഫയോട് ചെന്ന് ചോദിക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ചെല്ലുകയാണ്. പിതാവ് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ തെറ്റുകാരനല്ല. പിതാവിന് സമാധാനമായി തന്റെ പൊന്നാര മകനോട് പറയാ. വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കാണുന്ന രംഗമെന്താ? സുബ്ഹാനല്ലാഹ്, തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് മരിച്ചു കിടക്കുന്ന പൊന്നാര മകന്റെ ജനാസയാ. ഒരു പെണ്ണ് തൊട്ടതിന്റെ പേരില്, ഒരു പെണ്ണ് തന്റെ ശരീരത്തിൽ തൊട്ടതിന്റെ പേരില് പടച്ചവനെ, ഞാൻ നരകത്തിലായി പോകുമോ ഭയന്ന് വിറച്ചുകൊണ്ട് അവിടെന്ന് നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു പോകുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ജനാസയാണ് ഖബറടക്കിയിട്ട് എല്ലാവരും പിരിയാ സമയമായപ്പോ അവന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ.
രണ്ട് സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് ബിയർ കുടിക്കാൻ നിന്നെ ക്ഷണിക്കുമ്പോ ഒന്ന് കുടിക്കടാ, ഒന്ന് വലിക്കടാ. എന്തിനാടാ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്? പേടിച്ചു ദൂരിയാണോടാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ പഠിക്കുന്നവരെ കഞ്ചാവ് വലിക്കാൻ തരുമ്പോ മോനെ ബിയറിന്റെ കുപ്പി എടുത്തിട്ട് ഒരു കവള് കുടിക്കാൻ പറയുമ്പോ അവനോട് പറഞ്ഞു കൊടുക്കണം, നിന്നോട് കള്ള് കുടിക്കാൻ പറയുന്നവനോട്, നിന്നോട് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറയുന്നവനോട് നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി കള്ള് തന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറക്കിയ അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കൂല. പടച്ചവനെ അവന് സ്വർഗത്തിൽ കിടക്കില്ലല്ലോ, അത് ഹറാമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് നിന്റെ ശരീരത്തെ പിടിക്കുമ്പോ, നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവനോട് പറയണം, ഇത് വ്യഭിചാരമാ, ഇത് വ്യഭിചാരമാ. ഫ്രണ്ട്ഷിപ്പൊക്കെ ശരിയാണ്, പക്ഷേ എന്റെ ശരീരത്ത് തുടരുത്. വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശാ. കൂടെ പഠിക്കുന്ന ഒരുത്തൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചാല്, കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ബിയർ കുപ്പി എടുത്തിട്ട് പറയാ, ഒരു കവള് കുടിക്കടാ. വേണ്ട, നീ ആണാണോടാ, ആണെന്ന വർഗത്തിന് തന്നെ നാണക്കേടാടാ എന്ന് പറഞ്ഞ് കളിയാക്കും, പരിഹസിക്കും. അവനോട് പറയണം, ഇത് കുടിക്കാൻ പാടില്ല, ഇത് കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണം. കൂടെ പഠിക്കുന്ന ഒരുത്തൻ ഓടി വന്നിട്ട് കയ്യിൽ കയറി പിടിക്കുമ്പോ അവനെ കെട്ടിപ്പിടിച്ച് നടക്കലല്ല പെങ്ങളെ, അവനോട് പറഞ്ഞു കൊടുക്കണം, ഇത് വ്യഭിചാരമാ, എന്റെ ശരീരത്ത് തൊടരുത്, എന്റെ ശരീരത്ത് തൊടാൻ പാടില്ല, ഇത് പാപമാണെന്ന് പറയാൻ കഴിയണം, ഇത് പാപമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പറയുന്നവർക്ക് അള്ളാഹു 2 സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സ്ഥലപ്പേരെന്താ ഉസ്താദ്? പള്ളിച്ച വീട്ടുകര. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് ഒരു പഴഞ്ചൊല്ലില്ലേപ്പാ. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. വയല് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, വയല് കേൾക്കുന്നവർക്കൊക്കെ കാപ്പി കുടിക്ക്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുടിച്ചോ? അല്ലാഹു ഹൗലുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, നിനക്കിന്ന് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ എന്ത് ചെയ്യണം? ഇന്ന് ഒരു പെണ്ണ്, ഒരാണൊരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് തെറ്റാണോ? പാപ്പ തെറ്റാണോ? ഇന്നത്തെ മക്കൾക്ക് അത് തെറ്റല്ല. ഇന്നത്തെ കുട്ടികൾക്ക് പറയുമ്പോ പറയും, ഉസ്താദ് ഇങ്ങനൊക്കെ പറയും, നിങ്ങൾക്ക് എന്തോ അറിയാം, അങ്ങാർക്ക് കിട്ടാത്തതിന്റെ ആടാന്ന് കളിയാക്കും. ഒരു പെണ്ണ് ഒരാണ് ഇന്ന് തൊടുന്നത് തെറ്റ്. തൊടുന്ന ഇവിടുന്ന് തൊടലൊന്നും അല്ലല്ലോ, തലയുടെ മുകളിൽ ഇരുന്നോണ്ട്. എനിക്ക് എന്തേലും പറയാൻ പേടിയാ, അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചോനെ, പെണ്ണുങ്ങളൊന്നും പറയരുത്. ഞാന് 7-8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. ഇന്ന് എനിക്ക് 29 കേസുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അവസ്ഥ ഒന്നും പറയാൻ പാടില്ല. ഉസ്താദന്മാരങ്ങ് മിണ്ടിയേക്കരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തൊടുന്നത് തെറ്റാണോ? എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയാ, എന്റെ പെൺമക്കളോട് ഞാൻ പറയാ, സഹോദരിമാരെ, ശരീരത്ത് തൊട്ടിട്ടുള്ള കൂട്ടുകാരൊന്നും വേണ്ട. നിന്റെ ശരീരത്ത് തൊടുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കണം. കാരണം അവൻ നല്ലവനല്ല. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. ഏത് പെൺകുട്ടിയോട് ഞാൻ പറയുന്നു, ഇതായിരിക്കെ ഇന്ന് പെണ്ണുങ്ങളോട് നിങ്ങളെ ശരീരം മറക്കണോന്നൊക്കെ പറഞ്ഞ നരിച്ചുക്ക്. ഇന്ന് തെറ്റൊന്നും അല്ലടോ ഇന്ന് മനുഷ്യന്മാര്. ഔറത്ത് പോലും തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒക്കെ പാൻറ് കണ്ടിട്ടുണ്ടോ? മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്നറിയാം, എന്നിട്ട് ഇങ്ങനെ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്ന നമ്മുടെ മക്കൾ. അള്ളാഹു അവരുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. നല്ല ഒരു പാൻറ് പോലും അവരുടെ വാപ്പ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നു. വാപ്പത് നിങ്ങൾ ഇതൊക്കെ പറയണ ആരോടപ്പാ? ഇപ്പൊ എല്ലാരും ഉണ്ടായിരട ചങ്ങായി, ഉമ്മ 2 പേരും പിടിച്ചിരുത്തിക്കോ. അവരൊന്നും തിരിച്ചു പറഞ്ഞില്ല. അള്ളാഹു നല്ല മക്കളാക്കി എടുക്കുമാറാകട്ടെ. സാധാരണ ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറുപടിയൊക്കെ വേറെ, വെറുതെ ശശിയായി പോകും. അള്ളാഹു കാക്കട്ടെ. എന്നിട്ട് നോക്കിക്ക സഹോദരങ്ങളെ, എടോ ഇന്ന് തെറ്റ് ആരെങ്കിലും തിരുത്തണവരുണ്ടോ?
എന്നാൽ കാര്യം ഇപ്പൊ വയല് കഴിഞ്ഞു. ഈ ഇരിക്കുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന്. ഈ വയല് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന രംഗം കാണണം. ഈ ഉപ്പാപ്പ ഈ മുണ്ടങ്ങോട്ടും മടക്കി അങ്ങോട്ട് കൊടുത്തും ഉപ്പാന്റെ തൊട മുഴുവനും പുറകത്താ. വയല് കേൾക്കാൻ വന്ന് ഇങ്ങനെ ഇറച്ചിക്കടയില് കാല് തൂക്കിയിട്ടിരിക്കണം. ആരാ? വാപ്പ വയല് കഴിഞ്ഞ് പോകുന്ന രംഗമാ ഞാൻ പറയണേ. നിസ്കരിച്ചിട്ട് പോകുന്ന രംഗം. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഉള്ളതല്ലേ പറഞ്ഞേ. എടാ ഈ മുട്ടുപൊക്കളിൽ വാപ്പ അങ്ങോട്ട് കൊടുത്ത് എത്ര പൊക്കാൻ പറ്റും അത്ര പൊക്ക. സുബ്ഹാനല്ലാഹ്. പിന്നെ മക്കളുടെ കാര്യമൊന്നും പറയണ്ട. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് ഇന്ന് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചെയ്യരുത്. പെൺകുട്ടികളോട് പറയുന്നു, നിന്റെ ശരീരത്തെ തൊടുന്നത് അവൻ നല്ല കൂട്ടുകാരനല്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. തെളിവെന്തെന്നറിയോ? അതിന്റെ തെളിവെന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു യാത്ര ഇങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ മലമൂത്ര വിസർജനമൊക്കെ നടത്തണം, യാത്രയല്ലേ. അങ്ങനെ ആയിഷ ബീബി ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി. കാര്യങ്ങൾ കഴിഞ്ഞു. തിരിച്ചു വന്നിട്ട് തന്റെ വാഹനത്തിൽ കയറി. എല്ലാരും കണ്ടു. പിന്നെ ആണുങ്ങൾ ഇറങ്ങിപ്പോയി. ആണുങ്ങൾ പോയി തന്റെ ആവശ്യമൊക്കെ സാധിക്കാൻ വേണ്ടി പോയപ്പോ ആയിഷ ബീവി നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആയിഷ ബീവിക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാ. ആയിഷ ബീവി ഇറങ്ങി, ആരും കണ്ടില്ല, മാല തെരഞ്ഞു പോയി. ആണുങ്ങൾ എല്ലാവരും വാഹനപ്പുറത്ത് കയറി. ആയിഷ ബീവി കയറുന്നത് കണ്ടു, ഇറങ്ങിയത് കണ്ടില്ല. ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാരും യാത്ര തുടർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല മാല എടുത്തുകൊണ്ട് വന്നപ്പോ ആരെയും കാണാനില്ല, എല്ലാരും പോയി. ആയിഷ ബീബി ഇവിടെ മിണ്ടാതെയിരുന്നു. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി, ഈ സഹാബിക്ക് നബി ഏൽപ്പിച്ച ജോലി കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ പുറകിൽ നിർത്തിയ സഹാബിയ. ഈ സഹാബി വരുമ്പോഴാ ഉമ്മ ഇരിക്കുന്നു. ആയിഷ ബീബി റളിയല്ലാഹു എന്താ പോലും ചോദിച്ചില്ല, ഉമ്മാനെ വാഹനത്തിൽ കയറ്റി യാത്ര പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനത്ത് ചെല്ലുമ്പോ അല്ലാഹുവേ പടച്ചവനെ, എല്ലാം പുറത്തുള്ള സമയത്താ പോകണത്. ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനായ ആണും പെണ്ണും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരുന്ന രംഗം കണ്ടപ്പോ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ പിന്നെ കഥകൾ ഇറങ്ങാൻ തുടങ്ങി. ആയിഷ ബീവി വ്യഭിചരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി. പിന്നെ ആമിന നിന്നെ കുറിച്ച് നരച്ചിക്ക്. അള്ളാന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടന്നു. നാട് മുഴുവനും കത്തിപ്പടർന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോടും മിണ്ടുന്നില്ല. നബി തങ്ങൾ മിണ്ടുന്നില്ല. സഹാബികൾ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി നബിയെ, എന്തു പറ്റി നബിയെ? അങ്ങനെ ഇരിക്കുമ്പോഴാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങൾ വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി നബിയെ മിണ്ടാത്തെ, എന്താ ആരോടും സംസാരിക്കാത്തത്? നബി തങ്ങൾ ചോദിച്ചു, ഉമറെ, എന്റെ ആയിഷാനെ കുറിച്ച് പറയുന്നത് നീ കേട്ടോ? കേട്ട് നബിയെ, നീ വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന കാലം വരെ ഞാൻ വിശ്വസിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഉമറേ, തെളിവുകൾ മുഴുവനും ആയിഷയ്ക്കെതിരാ, എന്നിട്ട് നീ എന്താ വിശ്വസിക്കാത്തത്? വിശ്വസിക്കത്തില്ല നബിയെ, മരിക്കുന്ന കാലം വരെ ഞാൻ വിശ്വസിക്കൂല. എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ തങ്ങൾ പറഞ്ഞ മറുപടിയാണ്. ഉമർ തങ്ങൾ പറഞ്ഞ മറുപടിയാ, റസൂലല്ലാഹ് ആയിഷാനെ വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ നബിയേ? അല്ലാഹുവാണ് പറഞ്ഞത് ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ. ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ അല്ലാഹുവാണ് പറഞ്ഞത്. എങ്കിൽ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പെൺകുട്ടികളോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വസാഅ സബീലാ. ഉമർ തങ്ങൾ ചോദിക്കുന്നു, നബിയേ, ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണുങ്ങളല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ക്വാളിറ്റി ഇല്ലാത്തവരല്ലേ
വ്യഭിചരിക്കുന്നത്? അല്ലാഹുവല്ലേ ആയിഷ ബീവി വിവാഹം കഴിക്കാൻ പറഞ്ഞത്? ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അല്ലാഹു പറയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പെൺകുട്ടികളോട് പറയുകയാ, പടച്ചവരെ സമ്മതിക്കരുത് മോളെ. നിന്റെ ശരീരത്തെ തുടർന്നവനുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കുകയാ. കാരണം അവൻ നല്ലവനല്ല, അവൻ നല്ലവനല്ല. ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരി നല്ലവളല്ലടാ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നടക്കൂ. അവരോട് പറയണം, ഇത് പാടില്ല, ഇത് പാപമാ, ഇത് പാപമാ. വഅദ് കേൾക്കാമെന്ന വാപ്പമാരോട്, നിനക്ക് താടിയുണ്ട്, തഴമ്പുണ്ട്, ഹജ്ജ് ചെയ്തവനാ, കമ്മറ്റിക്കാരനാ. പടച്ചവനെ, നമ്മളിൽ പലരും ഇങ്ങനെ നിളിഞ്ഞ് നടക്കുകയാ. വാപ്പാ, വിധങ്ങൾ പറയുകയാ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന വിഭാഗമുണ്ടല്ലോ. പടച്ചവനെ, നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ നിന്ന് എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ, രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പല പല രൂപങ്ങളിൽ ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാ. അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവരാരെന്നറിയോ? ഏറ്റവും മോശമായവരാരെന്നറിയോ? അല്ലാഹു അവരോട് സംസാരിക്കില്ല, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല. മൂന്ന് വിഭാഗത്തോട് അല്ലാഹു കരുണ കാണിക്കില്ല. ആ മൂന്ന് വിഭാഗം ആരെന്നറിയോ? നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പാ നീയാണ്, വാപ്പാ നീയാണ്, വാപ്പാ. തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടു തിരുത്താത്ത വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ, പടച്ചവനെ, എന്തേ ഉപ്പാ അത് പാപമാണെന്ന് പറഞ്ഞു കൊടുക്കാത്തത്, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്തത്? അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ മക്കള്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ മക്കൾ, നിന്റെ ഭാര്യ. അവര് കീറിയ പാൻറ്റുമിട്ടുകൊണ്ട് തുടയും കാണിച്ചിട്ട് നടക്കുമ്പോ, മോനെ ഇത് പാപമാടാ എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പാപം പാപമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇന്നത്തെ കുട്ടികളൊക്കെ നിങ്ങളൊന്ന് ആലോചിക്ക്. പടച്ചോനെ, ഇങ്ങനെയൊക്കെ നടക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞ അവളുടെ അവസ്ഥ എന്താ? വീട്ടിൽ പോയാലുള്ള അവസ്ഥ എന്താ? എടോ, വീട്ടിൽ ചെന്നാൽ ഔറത്ത്. ഇന്ന് കുട്ടികൾ നിക്കറിട്ടുകൊണ്ട് നടക്ക. അത് ഞാൻ പറയണില്ല. വയലിന്റെ സദസ്സില് സായിപ്പുമാരിടുന്ന നിക്കർ വിട്ടുകൊണ്ട് 18ഉം 19ഉം വയസ്സുള്ള ചെറുപ്പക്കാരൻ 15 വയസ്സുള്ള കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ നടക്കുന്ന കാലം. ഔറത്ത് തുറന്നിട്ടുകൊണ്ട് പെങ്ങളുടെ മുമ്പിലൂടെ നടക്ക. എടാ വാപ്പ, നീ പറഞ്ഞു കൊടുക്കണ്ട ഇത് തെറ്റാണെന്ന്. അപ്പൊ നീ ചോദിക്കും, ഉസ്താദെ കൂടപ്പറപ്പല്ലേ, എന്താ കൂടപ്പറപ്പിന് കാണാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, ഒരു സഹോദരന്റെ ഔറത്ത് സഹോദരിക്ക് കാണാൻ പറ്റുമോ? ഒരു സഹോദരിയുടെ ഔറത്ത് എന്തിനാ നിന്റെ ഉമ്മാടെ ഔറത്ത് കാണാൻ പറ്റുമോ? ഒരു വാപ്പയുടെ ഔറത്ത്, ഒരു ഉമ്മയുടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? മക്കളെ, നിങ്ങൾ മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിനകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. എത്ര വയസ്സുള്ള മക്കള്? 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ. 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് ഉമ്മാടെയും വാപ്പാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ 3 സമയത്ത് അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് മാതാപിതാക്കളുടെ റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. എപ്പോ? 1 വെളുപ്പാൻ കാലത്ത്, 2 ഉച്ച സമയം, 3 രാത്രിയിൽ. 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ മക്കൾ കയറരുത്. വാപ്പയും ഉമ്മയും റൂമിലുള്ളപ്പോൾ മാതാപിതാക്കളോട് അനുവാദം ചോദിക്കാതെ 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ കയറരുത്. 1 വെളുപ്പാങ്കാലം, 2 ഉച്ച സമയം, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങൾ. എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ആണുങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും.
നമ്മൾക്ക് ഏകദേശമുള്ള ആണുങ്ങളെല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന സമയം ഒരു മുണ്ടെടുത്തിട്ടാ ഉറങ്ങാം. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 4:30 5 മണിക്ക് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയുന്നത് ഈ മുണ്ടെവിടെയാണെന്ന. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് തരും. എന്താ മനുഷ്യ, എന്റെ മുണ്ട് കട്ടിലിനടി കിടക്കുന്നു, എടുക്കാം. നമ്മൾ ആദ്യം തിരയുന്നത് മുണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ 4:30 സമയത്ത് വെളുപ്പാങ്കാലത്ത് ചോദിക്കാതെ ഒരു മകനോ മകളോ റൂമിൽ കയറി വന്ന പടച്ചവനെ കോവളം കടപ്പുറത്ത് ഓർമ്മ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പാപ്പ സായിപ്പടക്കണ പോലെ കിടക്ക. എടാ, അതുകൊണ്ടാ പറഞ്ഞത്, മക്കള് മാതാപിതാക്കളുടെ ഔറത്ത് കാണരുത്. മക്കള് വാപ്പയുടേതാണെങ്കിലും ഉമ്മയുടേതാണെങ്കിലും മക്കൾ ഔറത്ത് കാണാൻ പാടില്ല. ഖുർആൻ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രയും സൂക്ഷ്മതയോടുകൂടി വേണം നമ്മുടെ മക്കളെ വളർത്താൻ. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാ, നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വേണം, നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് വേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ, അല്ലാഹു സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ അടിമയ്ക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അവൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമുള്ളവരാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവര് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാ. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ്. ഈ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണേ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് നന്നാവണേ. തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങണേ. പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? അല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ അടിമയ്ക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവർക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം കൊടുത്താൽ, അത് രോഗമാകട്ടെ, അത് മരണമാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, പടച്ചവനെ എന്തെങ്കിലും പ്രയാസമാകട്ടെ, അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ അവരാ പരീക്ഷണത്തിൽ ശ്രമിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവര് ശ്രമിക്കുന്നവരാണ്. വഅദ് കേൾക്കാമെന്നവര് ഈമാൻ കാര്യം 6 ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലു, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലു, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കലു, പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കലു, പടച്ചവരെ അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കല്. 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. 5 കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്. അല്ലാഹുവിനെ വിശ്വാസമുണ്ട്, മലക്കുകളെ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരെ വിശ്വാസമുണ്ട്, പടച്ച റബ്ബേ ഖുർആനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ 6ാമത്തെ കാര്യത്തിലാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്. 6ാമത്തെ കാര്യമെത്തിയപ്പോ നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് നന്മയും തിന്മയും. എന്നാണോ നീ വിശ്വസിക്കുന്നത് അന്നേ നീ വിശ്വാസിയാകൂ എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർ, അവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്. ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, രോഗങ്ങൾ കടന്നു വരുമ്പോ, താങ്ങാൻ പറ്റാത്ത ദുഃഖങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പതറുകയാണ്, നമ്മൾ പേടിക്കുകയാണ്, നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ. നീ എന്തേ വിചാരിച്ചത്, നീ എന്തേ മുസ്ലിമേ വിചാരിച്ചത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാമെന്ന് നീ വിചാരിച്ചോ? അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ
ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് നീ കരുതിയോ വാപ്പാ? ഇല്ല വാപ്പാ, അള്ളാന്റെ സ്വർഗത്തിന് ഓസിന് കയറി പോകാൻ പറ്റൂല. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ അനുഭവിക്കണം, അല്ലാതെ അള്ളാന്റെ സ്വർഗത്തിൽ കടക്കൂല. ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, കച്ചവടം തകർന്നു പോകുമ്പോ, സ്വന്തമായിട്ട് വീടില്ലാതെ വരുമ്പോ, മക്കളെ കിട്ടാതെ വന്നപ്പോ, ലക്ഷങ്ങളുടെ കടം വന്നപ്പോ, മാരകമായ രോഗങ്ങൾ വന്നപ്പോ നമ്മൾ പറയുന്ന മറുപടി എന്തെന്നറിയോ? ഉസ്താദേ, അള്ളാൻ എന്നോടെന്തോ ദേഷ്യമാ. എന്തെങ്കിലും പരീക്ഷണം വരുമ്പോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ നിലവിളി തുടങ്ങും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടാ ചങ്ങാതി, നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാ വരുന്നത്. രണ്ടും അള്ളാന്റെ ഭാഗത്ത് നിന്നാ. നിനക്ക് രോഗം തന്നാ, നിനക്ക് നീ എന്താ വിചാരിച്ചേ ഓസിന് പോകാൻ പറ്റും സ്വർഗത്തിൽ നിന്ന്? ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ കഷ്ടപ്പാടുണ്ട് സഹോദര, ഒരുപാട് പ്രയാസമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു എന്ത് പരീക്ഷണം തന്നാലും പറയണം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിനക്ക് നിന്റെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട എന്തു പറയണം? ഉള്ളത് പറ, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട എന്തു പറയണം? അൽഹംദുലില്ലാ. കച്ചവടം നഷ്ടത്തിലായിപ്പോ എന്തു പറയണം? ലക്ഷങ്ങളുടെ കടം വന്നു, എന്തു പറയണം? നിനക്ക് മാരകമ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുന്നു, എന്തു പറയണം? എന്ത് പറയണം? 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, എന്തു പറയണം? എന്ത് പറയണം? അൽഹംദുലില്ലാ പറയണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ? പറയോ? പറയൂലതാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ പറയണം. ഇതൊക്കെ നീ എന്താ വിചാരിച്ചത്? അള്ളാഹിക്ക് എന്തോ ദേഷ്യം ഉണ്ടാ ഉസ്താദ്? അള്ളാഹിക്ക് എന്താ നിന്നെ മാത്രം ഇട്ട് ഉരുക്കണമെന്നെന്താ? എടാ, അള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അല്ല നിനക്ക് മക്കളെ തരാത്തത്. ഉസ്താദെ 12 കൊല്ലമായി ഉസ്താദെ മക്കളില്ല. എന്താ അല്ല മക്കളെ തരാത്തത്? നിന്നോട് വെറുപ്പുള്ളത് കൊണ്ട്? നിന്നെ കിടന്ന കിടപ്പിൽ കിടത്തി മലമൂത്ര വിസർജനം നടത്തിക്കുന്നത് അള്ളാഹിക്ക് എന്താ നിന്നോട് വല്ല കോപമുണ്ടായിട്ട്? നീ ഇത്രയും കൊല്ലമായിട്ട് നീ ഏത് കച്ചവടം ചെയ്താലും പൊട്ടിപ്പോകണല്ലോ. എന്തേ? അള്ളാഹിക്ക് വെറുപ്പുള്ളത് കൊണ്ടാ? അല്ല, സ്നേഹമുള്ളത് കൊണ്ട്. സ്നേഹമുള്ളത് കൊണ്ട്. അത് മനസ്സിലാക്ക്. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അബൂജഹലിനായിരുന്നില്ല, ഉത്ബത്തിനായിരുന്നില്ല, നമ്രൂദിനായിരുന്നില്ല, ഖാറൂനിനായിരുന്നില്ല, ഫിർഔനിനായിരുന്നില്ല. 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാണ് അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർ. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ അള്ളാഹിക്ക് വെറുപ്പുണ്ടായിട്ട? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചില്ലേ? ഉപ്പാനെ കണ്ടിട്ടുണ്ടോ നബിതങ്ങള്? ഉമ്മാനെ കണ്ട് കൊതി തീർന്നിട്ടുണ്ടോ? എടോ, നബിതങ്ങൾ അള്ളാഹു പരീക്ഷിച്ചില്ലേ? എന്താ? വെറുപ്പുള്ളത് കൊണ്ടാ? സ്നേഹം കൂടിയാൽ അങ്ങനെ. അള്ളാഹിക്ക് സ്നേഹം കൂടിയാൽ അങ്ങനെ. അള്ളാഹ് അളന്നു നോക്കും നമ്മളെ ഒന്ന്. അള്ളാഹു നമ്മുടെ ഈമാനിനെ അളക്കും. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഇപ്പൊ എല്ലാവർക്കും പേടിയാടോ? നമുക്ക് അള്ളാഹിനൊന്നും പേടിയില്ല. നമുക്കിപ്പോ പേടി എന്തേ? ഉസ്താദെ, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു, പൗരത്വ ബില്ല് പാസ്സാക്കാൻ പോകുന്നു, ഇന്ത്യയുടെ പേര് മാറ്റാൻ പോകുന്നു, എല്ലാ സംസ്ഥാനങ്ങളും അവര് പിടിക്കണു, നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദെ? നമ്മുടെ ടെൻഷൻ ഇതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്കൊരു പേടി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പേടി ഇതാ. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. ഉസ്താദ്, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കിയ നമ്മൾ എവിടെ പോകും? എടാ, നീ പോകേണ്ടടുത്ത് പോകണം. എവിടെ പോകണം? ഞാൻ ചിന്തിക്കുന്നത്, മുസ്ലിം ഉമ്മത്ത് ഭയമാടോ? മുസ്ലിം ഉമ്മത്തിനൊരു പേടി വന്നുപോയി. ഈ പേടി അള്ളാനുണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് വരുമോ? എനിക്ക് നിങ്ങൾക്കും. നമ്മൾ അള്ളാനെ ഭയന്നിരുന്നെങ്കിൽ നമുക്ക് ഗതി വരുമോ? എന്തിനാ ചങ്ങാതി നീ എന്ത്? മുസ്ലിം ആണെന്നുള്ള ബോധം പോലും ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയില്ലേ? മുസ്ലിമാണെന്നുള്ള ബോധം പോലും ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി. അള്ളാനൊന്നും ആർക്കും പേടിയില്ലടോ. മനുഷ്യന്മാരിയ പേടി. എത്ര വലിയ കാറൂനും നമ്രൂദും ഫിറോനൊക്കെ ജീവിച്ചിരുന്ന ദുനിയാവുണ്ടാ? എവിടെ ഇല്ലാണോ? എവിടെ പോയടാ ചങ്ങായി? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാനെ ഭയന്ന് ജീവിക്ക സഹോദര. വരും പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാടെ വയറ്റി കിടന്നപ്പോഴേ സിറാജിന്റെ മരണം അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ആരാ തട്ടിമാറ്റാൻ പറ്റുക?
ഇവിടെ പള്ളിയിലെ ഇമാം ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ ഇമാമിന്റെ മരണം അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നല്ലേ നീ തിന്നേണ്ട ഭക്ഷണം എവിടെ? ഇന്ന് നീ മരിക്കുന്ന കാലം വരെ തിന്നേണ്ട ഭക്ഷണം. ഇന്നലെ കണ്ണൂരായിരുന്നു എനിക്ക് ഭക്ഷണം, ഇന്ന് നിങ്ങളുടെ നാട്ടിലെ ഹോട്ടലിലാ, നാളെ എനിക്ക് എവിടാണെന്ന് അള്ളാഹ്ക്ക് അറിയൂ. ഓരോ മനുഷ്യൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പോലും അള്ളാഹു പേരെഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ്നെന്ന് ആർക്കും വേണ്ടടോ, അള്ളാഹയെ കുറിച്ച് ആദ്യം പഠിക്ക്. നീ അള്ളാഹ് ആരാണെന്ന് പഠിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? എന്താ ഖുർആൻ ഓതാത്തെ? അത് ഖത്ത ഓതി തീർക്കാനുള്ളതാ? ആരെങ്കിലും മരിക്കും ഓതാനുള്ളതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കുമടോ, ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون. അല്ലാഹ് പറയുകയാ, 7 പരീക്ഷണം ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം തരും ഞാൻ നിനക്ക്, നിന്നെയൊക്കെ ഞാൻ വിറപ്പിക്കും. അല്ലാഹ് പറയുകയാ, ഏ മുസ്ലിമേ, നിന്നെ ഞാൻ ഭയപ്പെടുത്തും, പേടിപ്പിക്കും. മുസ്ലിം എന്ന് പറയാൻ നീ പേടിക്കുന്നൊരവസ്ഥ വരും. ശത്രുക്കൾ മുഴുവനും കൊന്നുകളയുമെന്ന് പറഞ്ഞ് നിന്നെ വളയും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. അപ്പോഴും നീ പറയണം ഞാൻ മുഅ്മിനാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ ഇവിടെയും 4 ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴേ നീ പേടിച്ചു തുടങ്ങിയെങ്കിൽ ഇനി അമുട്ടൊക്കെ പൊട്ടിക്കുമ്പോൾ നീ എന്ത് ചെയ്യും ചങ്ങായി? ഞാനതാ ചോദിക്കാം. എവിടെയെങ്കിലും 4 പൊട്ടാസ് പൊട്ടിച്ചപ്പോഴേ നീ പേടിച്ചെങ്കിൽ ഇനി എന്തൊക്കെ? എടോ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബോറടിക്കണ്ട, നിർത്താൻ പാടണ്ട. ബോറടിക്കണമെങ്കിൽ പറഞ്ഞേക്കണം. കാരണം ഉസ്താദ് നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാവൂ. കാരണം എന്ത്? നിങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് നിസ്കരിക്കാം, ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, യാത്രക്കാരുണ്ട്, അത്യാവശ്യമുള്ളവരുണ്ട്, ഇല്ലേ? അപ്പൊ ഉസ്താദ് ഇങ്ങനെ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കുവാണെങ്കിൽ ഈ പുറകെ നിൽക്കണ ചങ്ങാതി വിചാരിക്കുക, എന്താ ഇയാള് ഹത്ത ഓതുന്നോന്ന് ചിന്തിക്കൂല്ലേ? ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ വയല് കേൾക്കാൻ വന്നവരെ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കൂല്ലെങ്കിൽ നിർത്തും. വേണോ വേണ്ടയോ? വേണമെന്നുള്ളവര് കൈപൊക്കിക്കേ, വേണമെന്നുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോ തരണം കേട്ടാ, ഞാൻ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക്. നീ എന്താ വിചാരിച്ചേ? ഈ NRC ഒക്കെ വരുമ്പോ ഇവിടെ പണ്ടും നടന്നിട്ടില്ല NRC. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സഹാബത്തിനോട് ഖുറൈശികൾ പറഞ്ഞു, നീയും നിന്റെ അള്ളാഹും മുഹമ്മദും കൂടെ പൊക്കോളാൻ, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും വിട്ടിട്ട് പോവാൻ. ഖുറൈശികൾ പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, പണവും നീ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ എന്നിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയും അള്ളാഹും മുഹമ്മദും പൊക്കോളാൻ. അവര് കളഞ്ഞിട്ട് പോയടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോ എല്ലാരും പറഞ്ഞു, ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നാടുവിടാൻ പോവാ, കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി കൊന്നോണം. അങ്ങനെ നബി തങ്ങളുടെ വീട് വളഞ്ഞു. ഉരിപിടിച്ച വാളുമായി ശത്രുക്കൾ മുഴുവനും, യോദ്ധാക്കൾ മുഴുവനും ആരുടെ കയ്യിൽ കിട്ടുന്ന കൊല്ലണം. എല്ലാവന്മാരും തയ്യാറായി വാളും പിടിച്ചോണ്ടിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട്, അലിയാരി തങ്ങളോട് ചോദിക്കുന്നു, അലിയെ നീ കിടക്കോ ഇവിടെ? ഞാൻ കിടക്കാൻ നബിയെ, എനിക്കെന്നാ പേടി? അബൂബക്കർ സിദ്ദീഖ്, ഉമർ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു കടത്തി. നബി തങ്ങൾ വീടിന്റെ വാതിൽ തുറക്കാൻ സമയമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം.
ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ, നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്തല്ലേ. ഈ ആയത്ത് അങ്ങോട്ട് ഓതിയിട്ട് ആ ഒരു പിടി മണ്ണിനകത്ത് ഊതണം, വാതില് തുറക്കണം, 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പൊക്കോളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഒരു പിടി മണ്ണ് വാരി ഈ ആയത്തോതി ഊതിയിട്ട് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ നടന്നുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. AK-47 പിടിച്ചോണ്ടാണോ പോയേ? ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചോണ്ടാണോ പോയെ? എടാ, 5 നേരം നിസ്കരിക്കുന്ന നിസ്കാര തഴമ്പുള്ള ഒരു വാപ്പാടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണിനും പവറുണ്ടോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണിന് പോലും പവറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയി. ചരിത്രം പഠിച്ചവനല്ലേ. അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കടന്നുറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണരുന്നു. എന്തേ അബൂബക്കറെ? ശത്രുക്കൾ എത്തി നബിയെ. ഗുഹയുടെ മുകളിൽ താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും, നമ്മളെ കൊന്നുകളയും. അവൻ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോട് പറയുകയാ, ഞാനും നീയും മാത്രമല്ല, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാള് നമ്മുടെ കൂടെയുണ്ട്. ആരാ? അബൂബക്കറെ. അബൂബക്കർ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാർ, ഈ മുകളിൽ നിൽക്കുന്നവൻ കാലിലേക്ക് നോക്കണോ എന്ന് തീരുമാനിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? പേടിക്കാനാ? എടോ, ശത്രുവിന്റെ വലുപ്പം കണ്ട് ഭയപ്പെടരുത്. ശത്രുവിന്റെ വലുപ്പം കണ്ട് ഭയപ്പെടരുത്. പടച്ചവനെ, അതാ നീ യുദ്ധം നടന്ന ഇസ്ലാമിക യുദ്ധമെടുത്ത് ഏത് യുദ്ധം വേണമെങ്കിലും നീ എടുത്തു നോക്ക്. ഭൂരിപക്ഷം ഇന്ന് വരെ ജയിച്ചിട്ടില്ലടോ. ന്യൂനപക്ഷമാ ജയിച്ചത്, ന്യൂനപക്ഷമാ ജയിച്ചത്. മഗ്രിബിന് പള്ളിയിലെ ഇമാം ഓതുന്ന സൂറത്താ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. എന്താണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ ആനയെന്ന് പറയുന്ന ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ കുറിച്ച് അല്ലാഹു പറയുകയാ. കഅബാലയം പൊളിക്കാൻ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അബ്രഹത്തും തന്റെ അനുയായികളും കൂടെ കഅബാലയം പൊളിക്കാമെന്നപ്പോ അല്ലാഹു തകർത്ത് കളഞ്ഞത് ഏറ്റവും ചെറിയ കിളിയായ കുരുവിയെ കൊണ്ടാ. ഏറ്റവും ചെറിയ കിളി കുരുവി. ആ കുരുവിയെ കൊണ്ട് അള്ളാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞടോ. പശു പുല്ല് തിന്നിട്ട് ബാക്കി വരുന്നത് ചവിട്ടി തേച്ചതുപോലെ അള്ളാഹു വരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.